സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച വിഖ്യാത ചലച്ചിത്രകാരൻ മൃണാൾ സെന്നിനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. മലയാള ചലച്ചിത്ര ശാഖയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട നമ്മുടെ നടനും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ പ്രേംകുമാർ അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആദരണീയനായ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ സത്യൻ സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ വി.കെ. ജോസഫ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന ചർച്ചയിൽ പ്രശസ്ത സിനിമാ നിരൂപകനായ ശ്രീ CS വെങ്കടേശ്വരൻ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ S വെങ്കടേശ്വരനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ GP രാമചന്ദ്രൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഒട്ടേറെ സിനിമാ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ ഗ്രന്ഥകാരൻ കൂടിയാണ്. ശ്രീ GP രാമേന്ദ്രൻ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദിലീപ് കുറ്റിയാനിക്കാടും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദിലീപ് നമ്മുടെ സഹപ്രവർത്തകനാണ്. ശ്രീ ദിലീപ് കുറ്റിയാനിക്കാടിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, സാധാരണ രീതിയിൽ പ്രകാശനത്തിന് 25 മിനിറ്റും അതിൽ അവസാനിപ്പിക്കാൻ നമ്മളിങ്ങനെ വല്ലാതെ ബന്ധപ്പാട് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കിപ്പം ഭാഗ്യം കൊണ്ട് ഇതൊരു പുസ്തക ചർച്ച കൂടിയാക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ കൂടിയുള്ള സമയം 45 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമുക്ക് മൃണാൾ സെൻ്റെ ജന്മശതാബ്ദി വർഷമാണ്. ഒരുപക്ഷെ മറ്റ് 2 ബംഗാളി ചലച്ചിത്ര സംവിധായകരെ പോലെ മലയാളത്തിൽ അങ്ങനെയൊന്നും കൂടുതൽ എഴുതപ്പെടാത്തൊരാളാണ് ഈ മൃണാൾ സെൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ VV രമേശൻ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ, നമ്മുടെ മലയാള സിനിമയിലെ പ്രിയങ്കരനായ നടൻ ശ്രീ പ്രേംകുമാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി V.K. ജോസഫ് അവർകളെയും ക്ഷണിക്കുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സത്യം മാഷുണ്ട്, ആദരണീയരായ ശ്രീ V.K. ജോസഫ്, GP രാമേന്ദ്രൻ സാറുണ്ട്, CS വെങ്കടേശ്വരൻ സാറുണ്ട്, ശ്രീ ദിലീപ്, ശ്രീ ഷിബു, സദസ്സിലുള്ള പ്രിയമുള്ളവരെ, എൻ്റെ 4-ഓ 5-ഓമത്തെ ചടങ്ങാണ് ഈ വേദിയിൽ പുസ്തക പ്രകാശനം. വീണ്ടും ഇന്നിപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. മലയാള സിനിമാ ഗ്രന്ഥ ലോകത്ത് സിനിമാ സംബന്ധിയായിട്ടുള്ള നിരവധി പുസ്തകങ്ങൾ ഇതിനു മുമ്പും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ സംഭാവനയാണ് പുസ്തക പ്രസാധന രംഗത്ത് സിനിമാ മേഖലയെ സംബന്ധിച്ച പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിനെ സംബന്ധിച്ച് നിർവഹിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ മൃണാൾ സെൻ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാപ്രതിഭയെ, ജീനിയസ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സിനിമയും ജീവിതവും ഒന്നുപോലെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ശ്രീ V.D. രമേശൻ രചിച്ച ഈ പുസ്തകം. ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ മികവുകൾ കൊണ്ടും, പ്രമേയത്തിൻ്റെ സ്വീകരണത്തിലുള്ള സവിശേഷതകൾ കൊണ്ട്, സാങ്കേതിക മികവ് കൊണ്ട്,
അതിൻ്റെ ആവിഷ്കരണ ശൈലിയുടെ വ്യത്യസ്തതകളൊക്കെ കൊണ്ട്, അതുപോലെ മികച്ച അഭിനേതാക്കളുടെയൊക്കെ പ്രകടനങ്ങൾ, ഇങ്ങനെ എല്ലാ രംഗത്തും സാങ്കേതികവും സാങ്കേതികേതരവുമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലുമുള്ള വലിയ മികവും പ്രതിഭകളുടെ അസാധാരണമായ അസാമാന്യമായ സാന്നിധ്യമൊക്കെ കൊണ്ട് ലോക സിനിമയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരിടം നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം മലയാള സിനിമ ഏറ്റവും അഭിമാനാർഹമായ ഒരു നേട്ടത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സമാനമായി തന്നെ നമുക്ക് പറയാം ബംഗാളി സിനിമകളെക്കുറിച്ചും. ബംഗാളി സിനിമകളും അങ്ങനെ ഒരു വലിയ ഔന്നത്യത്തിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു വലിയ മുഖമായിട്ട് ഇങ്ങനെ ലോക സിനിമയിൽ ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്നതാണ്. ആ ബംഗാളി സിനിമയ്ക്ക് ആ ഒരു ശ്രദ്ധേയമായ സ്ഥാനം ലഭിക്കാൻ ഇടയാക്കിയ പ്രമുഖ സംവിധായകരാണ്, നമുക്കൊക്കെ അറിയാം, സത്യജിത് റേ, അതുപോലെ ഋത്വിക് ഘട്ടക് ഒക്കെ. ഏതാണ്ട് റേയുടെയും ഘട്ടക്കിൻ്റെയും ഒക്കെ ആ ഒരു ശ്രേണിയിൽ തന്നെ വരുന്ന മറ്റൊരു പ്രമുഖ സിനിമ സംവിധായകൻ, സിനിമയുടെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സവിശേഷ വ്യക്തിത്വമാണ് മൃണാൾ സെൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 50കളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സജീവ സാന്നിധ്യം. 50കൾ തുടങ്ങി ഇങ്ങോട്ട് 2008 അദ്ദേഹം 2008 അദ്ദേഹം മരിക്കുന്നത്, 2018. അപ്പോൾ അതുവരെയും അദ്ദേഹം സിനിമാ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. അവസാന കാലത്താണ് ഒരല്പം ഒന്ന് വിട്ടൊക്കെ നിന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ഇന്ത്യൻ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ റേയുടെയും ഘട്ടക്കിൻ്റെയും ഒക്കെ സിനിമകൾ ഒരു അക്കാദമിക് തലത്തിലുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ വിധേയമാകുമ്പോൾ ഏതാണ്ട് ആ ഒരു സ്ഥാനം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അലങ്കരിക്കാവുന്ന ഒരു മഹാപ്രതിഭയായിട്ടുള്ള മൃണാൾ സെൻ വേണ്ട വിധത്തിൽ പഠനങ്ങൾക്കോ ചർച്ചകൾക്കോ അക്കാദമിക് തലത്തിലോ ഒന്നും അത്രയേറെ അപഗ്രഥനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വിടവ് നികത്തുക തന്നെയായിരിക്കണം തീർച്ചയായിട്ടും ശ്രീ വി ഡി രമേശൻ്റെ ഈ ഒരു പുസ്തകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൽ മൃണാൾ സെൻ എന്ന് പറയുന്ന ആ മഹാചലച്ചിത്രകാരൻ്റെ സിനിമ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതവും അപഗ്രഥനം ചെയ്യപ്പെടുകയാണ്. മൃണാൾ സെന്നിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മനുഷ്യ ജീവിതങ്ങളുടെ അകമ്പൊരുൾ തിരക്കിയ, അത് ഏറ്റവും ഭാവതീവ്രമായി സംഘർഷഭരിതമായി വികാരതീവ്രമായി ഒക്കെ അഭ്രപാളികളിൽ ആവിഷ്കരിച്ച ഒരു മഹാസംവിധായക പ്രതിഭയാണ്. ആ സിനിമയിൽ മനുഷ്യജീവിതങ്ങളുടെ ആത്മാവ് തൊട്ടറിഞ്ഞ ആ സംവിധായകൻ്റെ സിനിമകളുടെയും ആ സംവിധായകൻ്റെ കലാദർശനങ്ങളുടെയും ഒക്കെ ആത്മാവ് അറിയാൻ ഉള്ള ഒരു ഗ്രന്ഥം കൂടിയായിട്ടാണ് ഈ ഒരു മൃണാൾ സെൻ സിനിമയും ജീവിതവും എന്ന ഈ ഗ്രന്ഥം നമ്മുടെ മുമ്പിലെത്തുന്നത്. തീർച്ചയായും ഇത് മലയാള സിനിമ ഈ നിരൂപണ രംഗത്ത്, അതുപോലെ സിനിമ ചലച്ചിത്ര ഗ്രന്ഥങ്ങളുടെ മേഖലയിൽ ഒരു വലിയ ഈടുവയ്പ് തന്നെയായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്രയേറെ ഗൗരവതരമായി മൃണാൾ സെന്നിൻ്റെ കലയെയും ദർശനങ്ങളെയും ചിന്തകളെയും സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ ആവിഷ്കരണ വ്യത്യസ്തതകളെയും എല്ലാം സമഗ്രമായി അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീ രമേശ് അദ്ദേഹം ഇവിടെ നമുക്ക് മുമ്പിൽ, മലയാളി പ്രേക്ഷകർക്ക് മുമ്പിൽ, സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന, ഗൗരവപൂർണമായി സിനിമയെ കാണുന്നവർക്ക് മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥം തീർച്ചയായും ഏറ്റവും വലിയ ഒരു സംഭാവനയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഈ ഗ്രന്ഥത്തിന് എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും. ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിന്, ഇതൊരു വലിയൊരു ഗവേഷണമൊക്കെ ആവശ്യമുള്ള ഒരു വലിയൊരു പ്രയത്നമാണ്. അതിൻ്റെ ഒരു സഫലീകരണമാണ് ഇന്നിപ്പോൾ മൃണാൾ സെൻ സിനിമയും ജീവിതവും എന്ന ഈ ഗ്രന്ഥം ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. അതിനെല്ലാ ആശംസകളും ഹൃദയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മം നിർവഹിച്ചതായിട്ട് വളരെ വിനയപുരസ്സരം അറിയിക്കുന്നു. ഇത് ഏറ്റുവാങ്ങിയ വി കെ ജോസഫ് സാർ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുസ്തകം ഇങ്ങനെ നൽകിയത് അതൊരു വലിയ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയായി ഓർത്തുകൊണ്ട് എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സത്യം മാഷിന് അദ്ദേഹത്തോടുള്ള നന്ദിയുമൊക്കെ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ വേദിയിലിരിക്കുന്ന 3 പേർ, വി കെ ജോസഫ് സാറും അതുപോലെ ജി പി രാമേന്ദ്രൻ, വെങ്കടേഷ്, 3 പേരും
എൻ്റെ ഗവേഷണത്തിന് ഒരുപാട് സഹായിച്ചവരാണ്. മലയാള സിനിമയും ലിംഗരാഷ്ട്രീയവും എന്ന വിഷയത്തിലാണ് ഞാൻ ഗവേഷണം നടത്തിയത്. ഞാൻ കാണുന്നതിന് മുമ്പ് ജോസഫ് സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് വായിച്ചാണ്. അങ്ങനെ 3 സിനിമാ മേഖലയിലെ പ്രഗത്ഭരായ എഴുത്തുകാരെ ഒരേ വേദിയിൽ കിട്ടി എന്നുള്ളതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ജോസഫ് സാർ നമ്മോട് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ബഹുമാനരെ, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇന്നിവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്നത്. വളരെ വിശദമായി സംസാരിക്കാനായിട്ട് CS വെങ്കടേശ്വരനും GP രാമേന്ദ്രനും ദിലീപ് കുറ്റ്യാനിക്കും ഉണ്ട്. അവിടെ ഞാനിത് ആകസ്മികമായി എത്തിപ്പെട്ട ഒരു പണിയാണ്. അതുകൊണ്ട് ഞാനധികം സംസാരിക്കുന്നില്ല. എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രം പറയാനുള്ളത്. ഇന്ത്യൻ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ ആദ്യം ഓർക്കുന്ന 3 പേരുകൾ സത്യജിത് റേയും ഖട്ടക്കും മൃണാൾ സെന്നുമാണ്. പക്ഷേ തങ്ങളുടെ ജീവിതകാലത്ത്, തങ്ങൾ സിനിമ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ആഘോഷിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തത് ഖട്ടക്കല്ല, മൃണാൾ സെന്നും സത്യജിത് റേയുമാണ്. മൃണാൾ സെന്നും സത്യജിത് റേയുമാണ് കൂടുതൽ വിദേശങ്ങളിലുമൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ആൾ, ഇന്ത്യൻ സിനിമയുടെ പ്രതീകങ്ങളായി. ആ സമയത്തൊക്കെ ഖട്ടക്ക് ഒരുപക്ഷെ അവഗണിക്കപ്പെട്ടു പോയ ഒരാളാണ്. ഖട്ടക്കിൻ്റെ മരണശേഷമാണ് ഖട്ടക്കിൻ്റെ സിനിമകളെ അന്വേഷിച്ചുള്ള വലിയ പഠനങ്ങൾ വരുന്നത്. അങ്ങനെ ഖട്ടക്ക് ഒരുപക്ഷെ ഭൂതകാലത്തു നിന്ന് വർത്തമാനത്തിലേക്ക് വന്ന ഒരാൾ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ്. മൃണാൾ സെന്നും സത്യജിത് റേയും തങ്ങളുടെ സിനിമയുടെ സർഗാത്മകമായ കാലത്ത് തന്നെ പ്രേക്ഷകരുടെ ആദരവ് മേടിച്ച ആൾക്കാരാണ്. ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൃണാൾ സെൻ്റെ പടങ്ങൾ, ചിത്രങ്ങൾ എങ്ങനെയാണ് ഏറെ വ്യത്യസ്തമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ യുവത്വത്തെ, ഇന്ത്യയിലെ ഗോത്ര സമരങ്ങളെ എല്ലാം 70കളിലേക്ക് വളരെ പ്രധാനപ്പെട്ട 3 സിനിമകൾ, കൽക്കത്ത പ്രയം എന്ന് പറയുന്ന 3 സീരീസ്, 3 സിനിമകൾ മൃണാൾ സെൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതുതന്നെ 70കളിലെ ഇളകിമറിഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ബംഗാൾ ഇളകിമറിഞ്ഞപ്പോൾ എങ്ങനെയാണ് തൊഴിലില്ലാത്ത യുവാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, എങ്ങനെയാണ് നഗരം ഇളകി മറിഞ്ഞത്, ബംഗാൾ മുഴുവൻ എങ്ങനെയാണ് പ്രക്ഷുബ്ധമായത്. ഇത്തരം നടപടികളിലൂടെ, ഇത്തരം സൂചനകളിലൂടെ മൃണാൾ സെൻ തൻ്റെ ഗംഭീരമായ രചനകൾ നമുക്ക് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നും പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ജന്മശതാബ്ദിയാണ്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ, ഫിലിം സൊസൈറ്റികളെല്ലാം തന്നെ മൃണാൾ സെൻ്റെ ചലച്ചിത്രോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ധാരാളം ഫിലിം സൊസൈറ്റികൾ മൃണാൾ സെൻ ചലച്ചിത്രോത്സവവും അതിൻ്റെ പഠനങ്ങളും ചർച്ചകളും നടത്തിക്കൊടുക്കുന്ന സമയം കൂടിയാണിത്. അതുകൊണ്ട് തീർച്ചയായും വീണ്ടും വീണ്ടും പഠിക്കേണ്ട, വീണ്ടും വീണ്ടും സഞ്ചരിക്കേണ്ട, വീണ്ടും വീണ്ടും കണ്ടെത്തേണ്ട, വീണ്ടും വ്യാഖ്യാനിക്കേണ്ട സിനിമകളാണ് മൃണാൾ സെൻ്റേത്. രൂപപരമായ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഘടനാപരമായി ഒരു സിനിമയുടെ ഭാഷയും അതിൻ്റെ സൗന്ദര്യശാസ്ത്രവും മാറുന്നത്, എങ്ങനെ വികസിക്കുന്നത്, എന്താണ് പുതുതായി നൽകിയത് സിനിമയ്ക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഗവേഷണങ്ങൾ തീർച്ചയായും ഇനിയും നടക്കും. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവർ 2 പേരും സംസാരിക്കും ഞാൻ വിചാരിക്കുന്നു, ദിലീപും സംസാരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇനി പുസ്തക ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. ആദ്യം CS വെങ്കടേഷ് സംസാരിക്കും. സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള സിനിമാ പ്രേമികളെ, എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ മൃണാൾ സെന്നെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു ജന്മശതാബ്ദി വർഷം വേണ്ടി വന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വളരെ വിശദമായ ഒരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങാൻ എന്നുള്ളത്
സങ്കടകരമാണ്. അതിൽ റേയെക്കുറിച്ച് പുസ്തകങ്ങളുണ്ട്, ഘട്ടക്കിനെ കുറിച്ചുണ്ട്. വാസ്തവത്തിൽ സെൻ വലിയ രീതിയിൽ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ വേണ്ട രീതിയിൽ നിരൂപക ശ്രദ്ധ കിട്ടാത്ത ഒരു സിനിമ സംവിധായകനാണെന്ന് കൂടി പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു എപ്പോഴും മൃണാൾ സെന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബംഗാളി സിനിമയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന സത്യജിത് റേയും ഋതിക് ഘട്ടക് എന്നുള്ളവരുമായിട്ടുള്ള ഒരു താരതമ്യം അനിവാര്യമായി തീരുകയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം, പ്രത്യേകിച്ചും സെന്നും സത്യജിത് റേയും തമ്മിൽ ധാരാളം സ്പർദ്ധകളുണ്ടായിരുന്നു. അവർ നീണ്ട വളരെ ദീർഘമായിട്ടുള്ള ഒരു സംവാദം, പലപ്പോഴും വളരെ മോശമായ രീതിയിൽ തന്നെ രൂക്ഷമായ രീതിയിൽ പരസ്പരം, പ്രത്യേകിച്ചും സത്യജിത് റേ സംസാരിക്കുന്ന ഒരു വലിയ കത്തടപാടുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. വളരെ രൂക്ഷമായി പരസ്പരം വിമർശിക്കുന്ന അവരുടെ സിനിമയെക്കുറിച്ച്, സിനിമയുള്ള നിലപാടുകളെക്കുറിച്ച്, അതിൻ്റെ ലാവണ്യത്തെക്കുറിച്ച്, അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതിൽ സിനിമയിൽ എത്ര കണ്ട് പ്രത്യക്ഷമായ രാഷ്ട്രീയം ഉണ്ടാകണം, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടുപേരും തമ്മിൽ ധാരാളം ചർച്ചകളുണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പിന്നീട് വന്ന ഒരു കാലത്തിൽ റേ വലിയ രീതിയിൽ ഒരു പഠിക്കപ്പെടുകയും ലോകം മുഴുവൻ അറിയപ്പെടുകയും ഒരു ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു പ്രതിനിധിയായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഘട്ടക് പിന്നീട് വേറെ രീതിയിൽ കണ്ടെടുക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ സെൻ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്രയധികം ദീർഘമായ കാലം ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പല രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് ജീവിച്ച, അതിനോട് പ്രതികരിച്ചുകൊണ്ട് ജീവിച്ച മറ്റൊരു ചലച്ചിത്രകാരൻ ഇന്ത്യൻ മറ്റൊരു ഭാഷയിലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഏകദേശം 50കളിൽ തുടങ്ങി 2002 വരെ അമർഭുവൻ എന്ന് പറയുന്ന ചിത്രം വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ധാരാളം സിനിമകൾ അദ്ദേഹം ചെയ്തു, ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരിൽ റേയേക്കാളും പ്രൊളിഫിക് ആയിട്ടുള്ള ഫിലിം മേക്കറായിരുന്നു സെൻ എന്ന് പറയാം. അതുപോലെ തന്നെ സെന്നിൻ്റെ ഒരു കാര്യം കൂടി, ബംഗാളി സിനിമയും ബംഗാളി ഒരു ബുദ്ധിജീവിതം അല്ലെങ്കിൽ കലാജീവിതം എന്ന് പറയും തീർച്ചയായിട്ടും കുറച്ച് വളരെ പ്രക്ഷോഭകരമായ ചില സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ ഒരു ചരിത്രം അതിനുണ്ട്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ 40കളിലെ ബംഗാൾ ക്ഷാമം, ഒരു ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ച പട്ടിണി മരണങ്ങൾ, ബംഗാൾ ഫാമിൻ, അതിനുശേഷം ഉള്ള അതിനോട് തുടർന്ന് ആ കാലത്ത് നടക്കുന്ന സമര പ്രക്ഷോഭങ്ങൾ, സ്വാതന്ത്ര്യ ലബ്ധി, അതിനുശേഷം നടക്കുന്ന രക്തരൂഷിതമായ വിഭജനം, അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റുവിയൻ കാലത്ത് ചില പ്രതീക്ഷയുടെ വളരെ ഒരു പതിറ്റാണ്ട്, അതിനുശേഷം വീണ്ടും എമർജൻസി വരുന്നു, 90കളിൽ എക്കണോമിക് ലിബറലൈസേഷൻ വരുന്നു, ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു 40കൾ തൊട്ട് 90കൾ വരെയുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രം കടന്നുപോയ പലതരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സിനിമയിലൂടെ, തൻ്റെ സിനിമയിലൂടെ ഇതിനോടെല്ലാം പ്രതികരിച്ച മറ്റൊരു ഫിലിം മേക്കർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. റേ സെന്നിനെ പോലെ അത് നിരന്തരം സജീവമായി അതിനോട് പ്രതികരിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധായകനാണ് സെൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഘട്ടക്കിൻ്റെ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഘട്ടക്ക് ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളാണെങ്കിലും ഘട്ടക്കിൻ്റെ ഒരു പ്രതിഭയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെ വലിയ രീതിയിൽ ആവേശിച്ചത് വിഭജനമായിരുന്നു. വിഭജനം എന്ന് പറയുന്ന തീമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ആവർത്തിച്ച് കടന്നു വരുന്ന. വിഭജിക്കപ്പെട്ട ബംഗാൾ, ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചുള്ള വളരെ ഗൃഹാതുരവും വേദനാജനമായ ഓർമ്മകൾ, അത്തരമൊരു പ്രമേയമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉടനീളം പിന്നെയും ആവർത്തിച്ച് വരിക. മറ്റൊരു റേയെ നോക്കുകയാണെങ്കിൽ റേയുടെ ഒരു കലാജീവിതത്തിലേക്ക് സിനിമാ ജീവിതത്തിൽ തിരിഞ്ഞു പോകുമ്പോൾ റേ കുറെ കൂടി ഈ രീതിയിൽ റേയെക്കുറിച്ചുള്ള വലിയ ഒരു വിമർശനം എന്ന് പറയുന്നത് റേ ഒരിക്കലും അദ്ദേഹം കടന്നുപോയ എന്താ പറയുക, ഇപ്പോൾ 40കളിലെ ബംഗാൾ ഫാമിൻ, അദ്ദേഹം അവിടെ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമരം, അതിനുശേഷം വന്ന എമർജൻസി സമയത്തായിരിക്കും അദ്ദേഹം ഒരു ജാഥയിലോ മറ്റോ പങ്കെടുത്തത്. അതുവരെ ഒരിക്കലും പ്രത്യക്ഷമായ രാഷ്ട്രീയ പരാമർശങ്ങളോ നിലപാടുകളോ വ്യക്തമാക്കാത്ത, എന്നാൽ വളരെ ഗാഢമായ രാഷ്ട്രീയം പുലർത്തിയിരുന്ന തൻ്റെ സിനിമകളിൽ മറ്റൊരു രീതിയിൽ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ഒരു പക്ഷേ അദ്ദേഹം ഒരു ടാഗോറിനെയോ മറ്റോ പോലെ കുറെ കൂടി വലിയ സിവിലൈസേഷണലായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അപജയത്തെക്കുറിച്ചും ഗതിയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വേറെ രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ സെൻ ഇവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ രീതിയിൽ എനിക്കൊരു ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഒരു ഗാഢചരിത്രം അല്ലെങ്കിൽ ഒരു മറുവശം സെൻ സിനിമകൾ ഉടനീളം കാണുക. അപ്പോൾ സെൻ സിനിമകളിൽ തന്നെ പല ഘട്ടങ്ങളിലൂടെ സെൻ അതുകൊണ്ട് തന്നെ മാറി വരുന്ന പല മൃണാൾ സെന്മാരെ നമുക്ക് കാണാം. മൃണാൾ സെൻ സിനിമകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ സിനിമയായിട്ടുള്ള പോയി രാത്ബോർ തുടങ്ങി 1955 ചെയ്യുന്ന രാത്ബോർ തുടങ്ങി അമർഭുവൻ 2002 വരുന്ന അമർഭുവൻ വരെയുള്ള സിനിമകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ പല രീതിയിൽ സെൻ തൻ്റെ ലാവണ്യത്തെ, തൻ്റെ പരിചരണ രീതികളെ, തൻ്റെ സങ്കേതങ്ങളെ,
കഥ പറച്ചിൽ രീതികളെ എല്ലാം നിരന്തരം പുതുക്കിപ്പണിയുന്നത് കാണാം. ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ 55 മുതൽ ഏകദേശം ഈ ഭുവൻ ഷോം വരെയുള്ള ഭുവൻ ഷോം ഒരർത്ഥത്തിൽ ആകാശ് ഘോഷും ഭുവൻ ഷോം തുടങ്ങിയ സിനിമകളെ അതിൽ മൃണാൾ സെൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിവെക്കുന്ന പുതിയ രീതിയിൽ അവനവനെ റീഇൻവെൻറ്റ് ചെയ്ത് പുതിയ രീതിയിൽ കണ്ടെത്തുന്ന സിനിമകളാണ്. ഒരു ഗതിമാറ്റത്തിൻ്റെ സമയമാണ്. 70കളുടെ തുടക്കമാണ്. 70കളോടെ നേരത്തെ ജോസഫ് സൂചിപ്പിച്ചതുപോലെ കൽക്കട്ട ആകെ മാറുന്നു, ഇളകി മറിയുന്നു, പ്രക്ഷുബ്ധമായൊരു കാലഘട്ടം വരുന്നു. റോഡിൽ പോലീസും തീവ്രവാദികളും തമ്മിൽ നിരന്തരം യുവാക്കളും തമ്മിലുള്ള ഒരു സംഘർഷങ്ങൾ നടക്കുന്നു. ഒരുപാട് പേർ രക്തസാക്ഷികളാകുന്നു. ആ കാലഘട്ടത്തിൽ വരുന്നതോടെ യഥാർത്ഥത്തിൽ അതുവരെ ചെയ്തിരുന്ന സിനിമകളുടെ സ്വഭാവം വളരെ രേഖീയമെന്ന് പറയാവുന്ന ഒരു നിയോറിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷൻ്റെ അകത്ത് നിൽക്കുന്ന കഥകൾ പറഞ്ഞിരുന്ന ഒരു സെൻ വലിയ രീതിയിൽ തൻ്റെ രൂപം പരിപൂർണമായി മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കൽക്കട്ട ത്രയം എന്ന് പറയുന്ന സിനിമകൾ, ഇപ്പോൾ ഇൻ്റർവ്യൂ, കോറസ്, കൽക്കട്ട 71, പദാതിക് പോലുള്ള ആ സിനിമകൾ, 70കളിൽ ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്ന പ്രക്ഷുബ്ധമായ ഒരു താൻ ജീവിക്കുന്ന തൻ്റെ ചുറ്റുപാടിനെ നിരന്തരം വീക്ഷിക്കുന്ന, അതിനോട് പ്രതികരിക്കുന്ന, അതിനെ സിനിമയിലൂടെ ഒരു രീതിയിൽ അതിനെ സ്മാരകവൽക്കരിക്കുന്ന ഒരു ഫിൽം മേക്കറായിരുന്നു സെൻ. എന്നുവെച്ചാൽ ഇപ്പോൾ വലിയ രീതിയിൽ സെൻ ഇന്ന് ആൾക്കാർ തിരിച്ച് സെന്നിലേക്ക് പോകുന്നത് എന്താ പറയുക, സെൻ രേഖപ്പെടുത്തിയ ഒരു ഡോക്യുമെൻ്ററിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടിയാണ്. ചില 70കളിൽ നടന്നപ്പോൾ നിങ്ങൾ കൽക്കട്ട 70കളിലും കോറസിലും മറ്റും കാണുന്ന ഒട്ടേറെ രംഗങ്ങൾ, തെരുവ് രംഗങ്ങൾ, സംഘടനത്തിൻ്റെ രംഗങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ നടന്നതാണ്. അദ്ദേഹം റോട്ടിൽ നിരന്തരം ആ സംഘർഷം നടക്കുന്ന സമയത്ത് വലിയ റിസ്ക് എടുത്ത് റോട്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പലപ്പോഴും അതൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പലരും കാണപ്പെടാതായി, പോലീസ് മർദ്ദനത്തിൽ മരിച്ചു, എവിടെ പോയി എന്നറിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിസ്റ്റ് കൂടിയായിരുന്നു സെൻ എന്നുള്ളതാണ്. 70കളുടെ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ അതിനെ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ രേഖപ്പെടുത്തിയ ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് സെൻ. അതിനുശേഷമുള്ള കാലം വളരെ രസകരമായ ഒരു മാറ്റമാണ് വരുന്നത്. പരിപൂർണമായിട്ട് സെന്നിൻ്റെ ഒരു അവതരണ രീതികൾ, പരിചയ രീതിയിൽ മാറുകയും ചെയ്യുന്നു. മറ്റു ഭാഷകളിലേക്ക് പോകുന്നു. ഒന്നത് ഒഗാവൂരി കഥ ചെയ്യുന്നു. കേരളത്തിലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചു, കയ്യൂർ സമരത്തെക്കുറിച്ച് സിനിമ ചെയ്യാൻ വേണ്ടി വന്നു. ഒഗാവൂരി കഥ അദ്ദേഹം തെലുങ്കിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ മൃഗയ പോലുള്ള സിനിമകൾ ചെയ്യുന്നു. ഇത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി അത് വിപുലമായൊരു മറ്റൊരു പശ്ചാത്തലത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് പലതരം പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പാരമ്പര്യങ്ങളെ കണ്ടെത്തുന്ന, അത് ആദിവാസികളുടെ ആകാം, അല്ലെങ്കിൽ ഒഗാവൂരി കഥ പോലെ കർഷകരുടെ ആകാം, അല്ലെങ്കിൽ വളരെ അരികുവൽക്കരിക്കപ്പെട്ട കർഷകരുടേതാകാം. ഈ രീതിയിലുള്ള പലതരം ഇന്ത്യയിലൊട്ടാകെ നടന്ന സമരങ്ങളുടെ പ്രതിരോധത്തിൻ്റെ വേരുകളെ അന്വേഷിക്കുന്ന, അതിൻ്റെ ഊർജ്ജ സ്രോതസ്സുകൾ അന്വേഷിക്കുന്ന രീതിയിലുള്ള കുറേ സിനിമകളാണ് ആ കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു ഫേസിൽ കുറേക്കൂടി ഈ ചരിത്രാന്വേഷണം അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അതിവർത്തനത്തിൻ്റെ ഒരു ഊർജ്ജം തേടിയുള്ള യാത്ര കുറേക്കൂടി വളരെ കാവ്യാത്മകമെന്നോ മെറ്റഫോറിക്കൽ എന്നൊക്കെ വിളിക്കാവുന്ന തലത്തിലേക്ക് മാറുന്നൊരു സമയമുണ്ട് അത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഖരീജ്, കന്ദഹാർ, ജനസിസ് പോലുള്ള സിനിമകൾ അത് മറ്റൊരു രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നത്. ഒരു തരം പുരാവൃത്തങ്ങളുടെയൊക്കെ ഒരു രൂപം സ്വീകരിച്ചുകൊണ്ട് ഒരു ചരിത്രത്തിലേക്കുള്ള യാത്രകളാണ്, ചരിത്രത്തെ മൊത്തം കാണാൻ ശ്രമിക്കുന്ന ചില യാത്രകളാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി അദ്ദേഹം അവസാന കാലത്തെ 90കളിൽ 80കളിൽ അവസാനത്തോടെ 90കളോടെ വീണ്ടും ഒരിടത്ത് കൽക്കട്ടയിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഏക് ദിൻ അചാനക്, ഏക് ദിൻ പ്രതിദിൻ പോലുള്ള സിനിമകൾ വീണ്ടും സമകാലിക കൽക്കട്ടയിൽ, അതായത് ഏകദേശം എമർജൻസിക്ക് ശേഷം നമ്മളെ എക്കണോമിക് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തെ ഒരു പ്രത്യേക രീതിയിൽ വലിയ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെങ്കിൽ നെഹ്റുവിയൻ യുഗം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം ഉയർത്തിയ ഒട്ടേറെ പ്രതീക്ഷകൾ ഇല്ലാതാകുന്ന ഒരു മധ്യവർഗ ജീവിതം ഒരു വലിയ രീതിയിലൊരു ജഡതയിലേക്ക് പോകുന്നു. അപ്പോൾ റേയുടെ സിനിമകളിൽ ആഗന്തുക്ക് പോലെ സിനിമകൾ കാണാം. വലിയ രീതിയിലൊരു ഭദ്രലോക് എന്ന് പറയുന്ന കൽക്കട്ടയിലെ അല്ലെങ്കിൽ ബംഗാളിയിലെ ബുദ്ധിജീവിതം അല്ലെങ്കിൽ മധ്യവർഗ ജീവിതം എങ്ങനെയാണ് അങ്ങേയറ്റം യാഥാസ്ഥിതികവും മാറ്റങ്ങൾക്ക് വിരുദ്ധവും ലോകത്തോട് വിമുഖത പുലർത്തുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു വേദന അത് കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെറിയ ചെറിയ ആവാസ ചൗൾ പോലുള്ള സ്ഥലങ്ങളിൽ നിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ധാരാളം സിനിമകളുണ്ട്. അവസാനം പിന്നെ അദ്ദേഹം ഈ ബാബറി മസ്ജിദിന് ശേഷം കുറച്ചുകൂടി കമ്മ്യൂണലിസം, ഈ ഉയർന്നുവരുന്ന വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വേവലാതികൾ കാണാം. ഈ രീതിയിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 50 മുതൽ 2000 വരെയുള്ള സമയത്ത് ഇന്ത്യ കടന്നുപോയി ഇന്ത്യൻ രാഷ്ട്രം, ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ രാഷ്ട്രജീവിതം, രാഷ്ട്രഭാവന, പ്രതിരോധ ശ്രമങ്ങൾ, പ്രതിരോധ ഭാവനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവ കടന്നുപോയ പലതരം പ്രതിസന്ധികളെ നിരന്തരം സിനിമയോട് ആവിഷ്കരിക്കാൻ, രേഖപ്പെടുത്താൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട ഫിലിം മേക്കറാണ് മൃണാൾ സെൻ എന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സിനിമയിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ ഉന്നയിക്കാൻ ശ്രമിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ, അത് രൂപപരമായ സിനിമ എന്ന് പറയുന്ന രൂപത്തെക്കുറിച്ചുള്ള, ഉദാഹരണത്തിന് ഇപ്പോൾ ഭുവൻ ഷോമിന് ശേഷമുള്ള സിനിമകൾ കോറസ് അല്ലെങ്കിൽ കൽക്കട്ട 71 ഉപയോഗിച്ചിട്ടുള്ള വളരെ ശ്ലഥ ബിംബങ്ങളിലൂടെ വളരെ ചടുലമായ ഒരു മൊണ്ടാഷ് രൂപത്തിലൂടെ ഒരു അന്നത്തെ കാലഘട്ടത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രീതി, ഈ രീതിയിൽ രൂപപരമായി നിരന്തരം പുതുക്കി പണിയുന്ന ഒരാൾ. ഒട്ടേറെ എനിക്കൊരു ലാവണ്യ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ പ്രതിരോധത്തിൻ്റെ മനുഷ്യൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിരുന്ന ഒരാൾ. ഈ രീതിയിൽ സെൻ്റെ സിനിമകൾ ഉയർത്തിയ ലാവണ്യ പ്രശ്നങ്ങൾ, ലാവണ്യ പ്രതിരോധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉയർത്തിയ രാഷ്ട്രീയ സമസ്യകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, നൈതികമായിട്ടുള്ള ഒട്ടേറെ സമസ്യകൾ, ഇതെല്ലാം തന്നെ എനിക്കൊന്ന് വീണ്ടും വലിയ രീതിയിൽ പ്രസക്തമായിട്ടുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അത് സാമ്പത്തിക ഒരു തലമായാലും ശരി, സാംസ്കാരിക തലമായാലും ശരി, ഇന്നത്തെ രാഷ്ട്രീയത്തിന്, ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള വർഗീയവൽക്കരണത്തിൻ്റെ കാര്യമായാലും ശരി, എല്ലാത്തിലും ഒരുതരം നൈതികതയുടെ ലാവണ്യത്തിൻ്റെ നൈതികത ഉയർത്തിപ്പിടിച്ച് അതിലൂടെ സിനിമയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഓർക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലേക്കും സിനിമയുടെ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ ദൗത്യങ്ങളിലേക്കും നിരന്തരം പുതുക്കിപ്പണിയാൻ തയ്യാറായിട്ടുള്ളൊരു ഫിലിം മേക്കറിൽ നിന്ന് പ്രചോദനം തേടാനുള്ള ഒരു ശ്രമമായിട്ടും ഞാൻ പുസ്തകത്തെ കാണുന്നു. തീർച്ചയായിട്ടും ഇത് വായിക്കപ്പെടണം. ഒരുപക്ഷെ വീണ്ടും സെന്നിനെ വീണ്ടെടുക്കാനും തിരിച്ചറിയാനുമുള്ളൊരു സഹായിയായിരിക്കാം പുസ്തകം. ഈ പുസ്തക ഗ്രന്ഥകർത്താവിനും ഇത് പബ്ലിഷ് ചെയ്ത കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും എൻ്റെ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ, നന്ദി. GP രാമേന്ദ്രൻ നമ്മുടെ സംസാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഈ മൃണാൾ സെൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വളരെ പ്രസക്തമായ ഈ പുസ്തകം എഴുതി തയ്യാറാക്കിയ ശ്രീ CV രമേശനെയും അതുപോലെ തന്നെ അത് പ്രസിദ്ധീകരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ സമയത്തിൻ്റെ വലിയ പ്രശ്നമുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പ്രസംഗം എഴുതി തയ്യാറാക്കിയിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ സമയം ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഓരോ ഓൺലൈനിലൊക്കെ നമ്മൾ 9 മിനിറ്റ് റീഡ് എന്ന് പറയുന്നത് പോലെ, അപ്പോൾ മിനിറ്റ് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് ഞാനത് വായിക്കാൻ എല്ലാവരും സഹകരിക്കണം. മൃണാൾ സെന്നിൻ്റെ ജന്മശതാബ്ദി എന്നത് വിസ്മയത്തോടെയും അത്യുത്സാഹത്തോടെയും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ആലോചിക്കുന്നതിനും പിന്തിരിഞ്ഞ് നോക്കുന്നതിനും അതുകൊണ്ട് തന്നെ മുന്നോട്ട് നോക്കുന്നതിനും നമ്മെ സന്നദ്ധരാക്കുന്ന ഒരു സന്ദർഭമാണ്. നേരത്തെ പറഞ്ഞ പോലെ 95 വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. സിനിമയെക്കുറിച്ചും സിനിമ സങ്കല്പിക്കുകയും നിർമ്മിച്ച് പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചും മൃണാൾദായ്ക്ക് വൈവിധ്യമുള്ള സമീപനങ്ങളുണ്ടായിരുന്നു. സിനിമയുടെ ഉള്ളടക്കം, ആഖ്യാനം, ഭാവന, രാഷ്ട്രീയം, മാധ്യമപരത എന്നതിനെക്കുറിച്ചെല്ലാം നിരവധി ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉയർത്തിയ ആളാണ് അദ്ദേഹം. എല്ലാത്തിനും മറുപടി കിട്ടണമെന്ന് ശാഠ്യം പിടിച്ചതുമില്ല. ചിലതിൻ്റെയൊക്കെ ഉത്തരം അദ്ദേഹം കണ്ടെത്തി, മറ്റ് ചിലത് കാലത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ടുകൂടിയാണ് മാറിയതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ കാലത്തും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സിനിമകളും കൂടുതൽ പ്രസക്തമായി തീരുന്നത്. സ്വതേ നാം പറയാറുള്ള കാലാതീതത്വം, അനശ്വരത്വം എന്നിങ്ങനെയുള്ള സംജ്ഞകൾ ആരോപിക്കേണ്ട രീതിയിലല്ല അത് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ബംഗ്ലാദേശിലാണ് മൃണാൾ സെൻ ജനിക്കുന്നതെങ്കിലും കൊൽക്കത്തയിൽ സ്ഥിരതാമസമാക്കിയ ഋത്വിക് ഘട്ടക് ഈ പ്രവാസത്തെ കാണുന്നത് പോലെ കണ്ട ആളല്ല അദ്ദേഹം. തൻ്റെ പിതാവിന് നൊസ്റ്റാൾജിയ ഇഷ്ടമായിരുന്നില്ലെന്നും ഘട്ടക്കിനെ ബാധിച്ചതുപോലെ വിഭജനം അദ്ദേഹത്തെ വൈകാരികമായി ബാധിച്ചിട്ടില്ല എന്നും മകൻ കുണാൽ സെൻ പറയുന്നുണ്ട്. ഫരീദ്പൂരിനേക്കാളും കൽക്കത്തയെ സ്നേഹിച്ച ആളാണ് മൃണാൾ സെൻ. തൻ്റെ മതം, ജാതി, സ്വദേശം, ഭാഷ, വർഗം എന്നീ നിലകളിൽ നിന്നെല്ലാം പുറത്തു കടക്കാനുള്ളൊരു വെമ്പൽ മൃണാൾ സെൻ പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ബംഗാളിയിൽ മാത്രമല്ല, നേരത്തെ വെങ്കടി ഇവിടെ പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല, അദ്ദേഹം സിനിമ എടുത്തത് ഹിന്ദിയിലും ഒഡിയയിലും തെലുങ്കിലും മലയാളത്തിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതെല്ലാം തന്നെ അപ്പോൾ അതേസമയം ഈ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ, തെന്നിന്ത്യൻ ഭാഷയിൽ പോലും സിനിമ എടുക്കുമ്പോഴും ഒരു മുഴുവൻ സമയ ബംഗാളി ചലച്ചിത്രകാരൻ എന്ന് സ്ഥാനപ്പെടുത്താവുന്ന അത്രയും ബംഗാളി സിനിമകൾ വൈവിധ്യപൂർണ്ണമായി അദ്ദേഹം എടുത്തിട്ടുമുണ്ട്. സത്യജിത് റായ് അടക്കമുള്ള മറ്റ് പല സംവിധായകരും ഹിന്ദിയിലും എടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിന്നിടത്ത് നിന്ന് സഞ്ചരിച്ച ഒരു ചലച്ചിത്രകാരനാണ് മൃണാൾ സെൻ എന്ന് നമുക്ക് പറയാം.
യാത്ര അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെ അടിസ്ഥാനപരമായി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഘടകമാണ്. താൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും തൻ്റെ സിനിമയിൽ വരണമെന്ന് മൃണാൾദ നിർബന്ധം പിടിക്കാത്തതും ഈ യാത്രയുടെ ലക്ഷണമാണ്. കാരണം യാത്രയിൽ നമ്മളിങ്ങനെ ചിലപ്പോൾ കണ്ടുപോകുമ്പോൾ പലതും അത് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തു കൊള്ളണമെന്നില്ല. എവിടെയെങ്കിലും ഒന്ന് ഇറച്ചു നിന്നാലല്ലേ നിങ്ങൾക്ക് ആശ്വസിക്കാൻ പറ്റൂ, അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. പൊള്ളുന്ന ചോദ്യങ്ങൾ സിനിമ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ പുറകെ വരും. തൻ്റെ ഉള്ളടക്കത്തോടെന്നതുപോലെ കാണിയോടും നിരന്തരമായ സംവാദത്തിലേർപ്പെടുത്തുന്ന ഒരു രീതിയാണ് അദ്ദേഹം പുലർത്തിയത്. അത് വളരെ പ്രധാനമാണ്. തൻ്റെ പ്രമേയത്തോടും തൻ്റെ കാലത്തോടും തന്നോടും മാത്രമല്ല കാണിയോടും സംവാദം പുലർത്തി. മൃണാൾ സെന്നിൻ്റെ സിനിമ കാണുന്ന ഒരാൾ സിനിമയോടുള്ള അയാളുടെ കാഴ്ചപ്പാട് പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. അതോടൊപ്പം തൻ്റെ ചുറ്റുപാടുകളോട് സ്ഥലപരം മാത്രമല്ല കാലപരവും, അതായത് ചരിത്ര വർത്തമാന ഭാവികൾ ഉള്ള അയാളുടെ സമീപനവും മാറ്റിയെഴുതേണ്ടി വരും. ഈ നിലപാടുള്ളതുകൊണ്ട് തന്നെ പുതുക്കിപ്പണിതുകൊണ്ടിരുന്ന ഒരു കലാകാരനുമാണ് മൃണാൾ സെൻ. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ സിനിമ എടുത്ത അതേ സമയത്തിന് ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രകാരനാണ് മൃണാൾ സെൻ. അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ കൽക്കത്തയുടെ ഉള്ളുലയ്ക്കുന്നതും അതിബൃഹത്വമായ സാന്നിധ്യം സ്പഷ്ടമാണെന്നതും നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധം, 43-ലെ ബംഗാൾ ക്ഷാമം, 46-48 കാലത്തെ വർഗീയ കലാപം എന്നിവയെല്ലാം അനുഭവിച്ച ഒരു കൽക്കത്ത പൗരനാണ് അദ്ദേഹം. അതായത് ചരിത്രത്തിൽ നിന്നോ കാലത്തിൽ നിന്നോ അടർത്തിയെടുക്കാവുന്ന കലാവ്യക്തിത്വവുമല്ല അദ്ദേഹത്തിൻ്റെതെന്ന് ചുരുക്കം. താൻ അനുഭവിച്ചതും കടന്നു പോകുന്നതുമായ കാലത്തോടും സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തോടും കൃത്യമായി പ്രതികരിച്ച കലാകാരനാണ് അദ്ദേഹം. എന്നും മാർക്സിസം ലെനിനിസമാണ് തൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് തുറന്നു പറഞ്ഞ ആളാണ് മൃണാൾ സെൻ. അതേസമയം ബംഗാളിലെയും എന്തിന് ഇറ്റലിയിലെയും പാർട്ടിക്കാരോട് അദ്ദേഹം കലഹിച്ചിട്ടുണ്ട്. പാർട്ടിക്കാർ മാത്രമല്ല താനും മാറുന്നുണ്ട്. പാർട്ടിക്കാരോട് കലഹിക്കുന്ന സമയത്ത് പാർട്ടിക്കാരെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ തന്നോടും അദ്ദേഹം കലഹിക്കുന്നുണ്ട്. താനും മാറുന്നുണ്ട്, മാറേണ്ടതുണ്ട് എന്നാണ് പിൽക്കാലത്ത് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അഭിമുഖീകരിക്കുക, പോരാടുക, സംഘർഷം കൊണ്ട് അതിജീവിക്കുക എന്ന് അദ്ദേഹം പറയുന്നത്. ഐ കൺഫ്രണ്ട്, ഐ ഫൈറ്റ്, ഐ സർവൈവ് ഓൺ ടെൻഷൻ. ഇന്ത്യയിലെ 3 മാർക്സിസ്റ്റ് സംസ്ഥാനങ്ങളിൽ മൃണാൾ ദായ്ക്ക് ഏറ്റവും ആഭിമുഖ്യം തോന്നിയ സംസ്ഥാനം ഏത് എന്ന് അദ്ദേഹത്തോട് പ്രദീപ് വിശ്വാസ് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളം ആണ് എന്ന് പറഞ്ഞു. ബംഗാളിയായ മൃണാൾ ദാ കേരളമാണെന്ന് പറഞ്ഞു. പല ചരിത്രപരമായ വിഡ്ഢിത്തങ്ങളും ചെയ്യുന്നവരാണെങ്കിലും കേരളത്തിലെ മാർക്സിസ്റ്റുകളെക്കുറിച്ചും അതുപോലെ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകളെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞത്. പല ചരിത്രപരമായ വിഡ്ഢിത്തങ്ങളും ചെയ്യുന്നവരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ നൽകുന്നവരാണ് കേരളത്തിലെ മാർക്സിസ്റ്റുകൾ എന്നാണ് മൃണാൾ സെൻ നടത്തിയ നിരീക്ഷണം. ബൈഷേഷ് ശ്രാവൺ, നേരത്തെ ചില സിനിമകളെക്കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിക്കാം. ബൈഷേഷ് ശ്രാവൺ 1960 എന്ന സിനിമയിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നിര്യാണവേളയിൽ ബംഗാളി സമൂഹം, മധ്യവർഗവും അതിൻ്റെ ഉയർന്ന നിലവിലുള്ളവർ, വളരെയധികം ഒരു സോറോ ടാഗോർ മരിക്കുന്ന സമയത്ത് ബംഗാൾ സമൂഹം കൽക്കത്തയിലൊക്കെ തന്നെ അനുഭവിക്കുകയുണ്ടായി. ഈ പ്രശ്നത്തിനോടുള്ള ഒരു അഭിമുഖീകരണവും അതിൻ്റെ ചില സൂക്ഷ്മാംശങ്ങളിലേക്കുമാണ് മൃണാൾ സെൻ അതിലേക്ക് ഈ സിനിമയിൽ സഞ്ചരിക്കുന്നത്. അതേസമയം തന്നെ ഇത് 30കളിലെ, ഇത് രവീന്ദ്രനാഥ് ടാഗോർ അല്ല അതിലെ കഥാപാത്രം, അതിൽ 30കളിലെ ബംഗാളി ഗ്രാമത്തിലെ ദമ്പതികൾ നേരിടുന്ന ദുരന്തമാണ് ഇതിവൃത്തം. സങ്കടത്തിൻ്റെ സാമൂഹിക അനുഭവത്തിൻ്റെ ഒരു സമാന്തരമാണ്. ഇതെന്തുകൊണ്ടാണ് അപ്രകാരം മൃണാൾ സെൻ ചിത്രീകരിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ശ്രാവണത്തിലെ 22-ാം ദിവസമാണ് ടാഗോർ മരിക്കുന്നത്. ഇതേ ദിവസമാണ് ഈ ദമ്പതികൾ വിവാഹം കഴിക്കുന്നത്. അവർ അപ്രത്യക്ഷരാകുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്ലോട്ട്. അദ്ദേഹം ടാഗോർ മരിച്ച ദിവസം കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മൃണാൾ സെൻ മൃതദേഹം കൊണ്ടുപോകുന്ന ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ മൃതശരീരം കാണുന്നതിനൊക്കെ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അത് എല്ലാ ആളുകളെയും പോലെ. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച, ഈ ജനക്കൂട്ടത്തിന് നടുവിൽ തൻ്റെ ചെറിയൊരു ഒരു കുട്ടി മരിച്ചു, അയാളുടെ ഒരു അച്ഛൻ്റെ ഒരു കുട്ടി മരിക്കുകയാണ്. ഈ മരിച്ച കുട്ടിയുമായിട്ട് ക്രിമറ്റോറിയത്തിലേക്ക് പോകാൻ ഈ അച്ഛന് സാധിക്കുന്നില്ല. ഇത് അദ്ദേഹം നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ഇയാൾക്കൊരു ഒരു മകൻ മരിച്ചതാണോ പ്രശ്നം എന്നാണ് സമൂഹം ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ഇത് ഒരു പ്രശ്നം. അതുപോലെ തന്നെ 70കളിലെ ബംഗാളിലെ അക്രമം. ബംഗാൾ ഒരു വളരെ വയലൻ്റായ ഒരു സൊസൈറ്റിയാണെന്ന് നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിലെ പല വയലൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വളരെ വയലൻ്റാണ്. അടിയന്തരാവസ്ഥ നടപ്പിലാവുന്നതിന് മുൻപ് തന്നെ അടിയന്തരാവസ്ഥ നടപ്പിലായ സംസ്ഥാനമാണ്. അമിതാധികാര മർദ്ദന വ്യവസ്ഥ ബംഗാളിൽ കോൺഗ്രസ് നടപ്പിലാക്കി. അതിനു വേണ്ടിയിട്ടുള്ള ഛാത്ര പരിഷത്ത് എന്ന ഒരു സംഘടന, ഇന്നും ആ ഛാത്ര പരിഷത്തിൻ്റെ പ്രവർത്തകയായിട്ട് വന്നിട്ടുള്ള മമതാ ബാനർജിയാണ് അവിടെ മുഖ്യമന്ത്രി. അവരുടെ പാർട്ടിയുടെ പേര്, അവരുടെ ഇപ്പോഴും തൃണമൂൽ ഛാത്ര പരിഷത്ത് എന്ന് പറയുന്ന സംഘടന തന്നെയുണ്ട്. ഈ 60കളിലെയും അതുപോലെ 2ാം പകുതിയിലെയും 70കളിലെയും ഈ അക്രമങ്ങളും അന്നുണ്ടായിട്ടുള്ള നക്സൽബാരിയുടെ ഉദയവും അതുപോലെ തന്നെ അന്ന് നടത്തിയിട്ടുള്ള ആ ഒരു വലിയ ഒരു
കലുഷിതമായ കാലഘട്ടം. ഇത് സത്യത്രയ് അദ്ദേഹത്തിൻ്റെ കൽക്കത്ത ത്രയത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്, മൃണാൾ സെന്നും അവതരിപ്പിക്കുന്നുണ്ട്. പ്രതിദ്വന്ദ്വി, സീമാബദ്ധ, ജനാരണ്യ എന്നിവയാണ് റായിയുടെ സിനിമകളെങ്കിൽ ഇൻ്റർവ്യൂ, കൽക്കത്ത 71, പദാത്തിക് എന്നിവയാണ് മൃണാൾ സെന്നിൻ്റേത്. ഇത് നമ്മൾ രണ്ടും ഒരേ രീതിയിൽ കാണുന്ന സമയത്ത് നേരത്തെ വെങ്കടി പറഞ്ഞതുപോലെ എത്രമാത്രം വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരേ കാലഘട്ടത്തിൽ കടന്നുപോയ ആളുകൾ തന്നെ എങ്ങനെ അതിനെ മാറി, ലാവണ്യപരവും രാഷ്ട്രീയവും വ്യത്യസ്തം, അഴിമതി, നിരാശ, രോഷം, അക്രമം എന്നിവയൊക്കെ ഇതിൽ പശ്ചാത്തലമാകുന്നുണ്ട്. നഗരത്തിൻ്റെ ക്രോധവും ഇരുട്ടും രണ്ടുപേരും ആവിഷ്കരിക്കുന്നുണ്ട്. അക്രമവും അഴിമതിയും വിഷാദവും വഞ്ചനയും നഗരത്തെ ദുർബാധ എന്ന വണ്ണം വിഴുങ്ങുന്നതും അതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ആത്മാവിനെ ജീർണമാക്കുന്നതുമാണ് റായ് ഊന്നുന്ന ഘടകം. മൃണാൾ സെന്നിൻ്റെ ഉത്കണ്ഠകൾ ഇത് തന്നെ. എന്നാൽ കൂടുതൽ വിശകലനാത്മകമായി, കൂടുതൽ കാര്യകാരണ സഹിതമായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും കാരണം നാം കണ്ടെടുക്കുക തന്നെ ചെയ്യണം എന്നാണ് മൃണാൾ സെൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വസ്തുതയും ചരിത്രവും പാഠവുമായി മാറുകയാണ്. ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങൾ ഒരു തുടർച്ചയാണ്. ചില കഥാപാത്രങ്ങൾ ചില സിനിമയിൽ നിന്ന് മറ്റ് സിനിമയിലേക്ക് കടന്നു വരും. ഉദാഹരണത്തിന് ഇൻ്റർവ്യൂ എന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ ചിലത് കൽക്കത്ത 71 കടന്നു വരുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു ഫിലിം മേക്കറുടെ ഒരു തുടർച്ച എന്നുള്ളത്. എന്നാൽ മൃണാൾ സെൻ്റെ കൽക്കത്ത 71 ഇൻ്റർവ്യൂവിൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രം മറ്റ് സിനിമയിൽ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് താൻ തന്നെ നിർമ്മിച്ച സിനിമ എങ്ങനെയാണ് ചരിത്രത്തിൻ്റെ പാഠമായി മാറിയത്, ആ പാഠമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ താൻ ഈ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അത് ഒരു എവിഡൻസാണ്. അതൊരു എവിഡൻസായി അവിടെ അവതരിപ്പിക്കുകയും അത് തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ തന്നെ ചരിത്രത്തിലെയും അതുപോലെ തന്നെ ബംഗാളി സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെയും മൃണാൾ സെൻ്റെ സിനിമയുടെ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തപ്പെടേണ്ട പ്രത്യേകമായ ഒരു അവസ്ഥ എന്നുള്ളതാണ്. കൽക്കത്ത 71 നക്സൽബാരി പ്രസ്ഥാനം, പട്ടിണി, സാമൂഹ്യവും രാഷ്ട്രീയവുമായ അഴിമതി, ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടു, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് വളരെയധികം നമ്മളെല്ലാം ഇതാക്കിയിട്ടുള്ള കാണാം. ഏറ്റവും പ്രാഥമികമായ ആവശ്യമായ മേൽക്കൂര പോലും ഇല്ലാത്തവർ, വേശ്യാവൃത്തിയിലേക്ക് അഭയം തേടേണ്ടി വരുന്നവർ, പണത്തിനായി നിയമം ലംഘിച്ച് കള്ളക്കടത്ത് നടത്തുന്നവർ, ഇതിനെല്ലാം ഇടയിൽ ആടിത്തിമിർക്കുന്ന ബൂർഷ്വാസി, അങ്ങനെ കൽക്കത്തയുടെ ഈ ഒരു സങ്കീർണവും സംഘർഷാത്മകവുമായ അവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റു ചില സിനിമകളെക്കുറിച്ച് ഇതിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ സമയക്കുറവ് മൂലം അത് അവതരിപ്പിക്കുന്നില്ല. ഇതിൽ അദ്ദേഹം ഈ ഭദ്രലോക്, ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്ന ഈ ജാതിയുടെയും അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ തന്നെ ഈ തുടർച്ചയെ പുനരവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക ഘടകത്തെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏക് ദിൻ പ്രതിദിൻ എന്ന സിനിമയിൽ രാത്രി വൈകി വരികയോ അല്ലെങ്കിൽ രാത്രി വരുന്നില്ല, മധ്യവർഗ കുടുംബത്തിലെ ജോലിക്കാരിയായ യുവതി വരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് അതിൽ കാണുന്നത്, നമ്മുടെ സംസ്കാരത്തെ അദ്ദേഹം. അതുപോലെ തന്നെ നേരത്തെ വെങ്കടി പറഞ്ഞ ഖരീജ് എന്ന സിനിമ, ആ ഖരീജ് എന്ന സിനിമയിൽ മധ്യവർഗ കുടുംബത്തിലെ വേലക്കാരനായി, ഇത് യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോഴും ബംഗാളിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ അദ്ദേഹം അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന അദ്ദേഹവും ബാങ്കിലുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിവിധ തരത്തിലുള്ള സർവൻറ്റുകളെ അവിടെ ബാങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഭക്ഷണം വെക്കുന്നതിനൊരു സർവൻറ്റ്, നിലം വൃത്തിയാക്കുന്നതിനൊരു സർവൻറ്റ്, കക്കൂസ് വൃത്തിയാക്കുന്നതിനൊരു സർവൻറ്റ്. ഈ കക്കൂസ് വൃത്തിയാക്കുന്ന സർവൻറ്റ് നിലത്തിരുന്നിട്ടാണ് കക്കൂസൊക്കെ കഴുകുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് ബംഗാളിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഭദ്രലോകം അവിടെ. അപ്പോൾ ഈ തൊഴിലിൻ്റെയും ഈ ജാതിയുടെയും വർഗത്തിൻ്റെയും ഇതല്ല. അപ്പോൾ ഈ ഖരീജ് എന്ന സിനിമയിൽ ഈ തൊഴിൽ ആയി വന്ന അങ്ങനെ മുതിർന്ന ആളെ വെച്ചാൽ അവർ മോഷണം നടത്തും എന്നുള്ളതുകൊണ്ട് കുട്ടിയെ വേലയ്ക്ക് വെക്കുകയാണ്. ആ കുട്ടി അടുക്കളയിലെ വിഷവാതകം ശ്വസിച്ച് മരിക്കുകയാണ്. ആ മരിച്ചിട്ടും ആ കുട്ടിയുടെ അച്ഛൻ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ വ്യവസ്ഥയോട് അത് നമ്മൾ വിചാരിക്കും ഇങ്ങനെ എന്താണ് സംഭവിക്കുക, ഒന്നും സംഭവിക്കാതെ പോലീസിൻ്റെ റിപ്പോർട്ട് എല്ലാം കഴിഞ്ഞ് മൃതശരീരം അവിടെ സംസ്കരിച്ച് അവർ കടന്നു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സിനിമ കാണുന്ന ശീലങ്ങളെ മാത്രമല്ല ഉണ്ടാക്കുന്ന ശീലങ്ങളെയും അട്ടിമറിച്ച ചലച്ചിത്രകാരനാണ് മൃണാൾ സെൻ. വളരെ അപകടകരമായി ജീവിച്ച് മരിച്ച ഒരു മഹാനാണ് മൃണാൾ സെൻ. അഭിവാദനങ്ങൾ. ദിലീപ് കുറ്റ്യാനിക്കൽ. വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ളവരെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷേ മൃണാൾ സെന്നും കേരളവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മൃണാൾ സെൻ്റെ ഒരു സിനിമ ഇവിടെ ആരും സൂചിപ്പിച്ചിട്ടില്ല. ആ സിനിമ എന്ന് പറയുന്നത് നീൽ
ആകാശേ നീച എന്നാണ്, നീലാകാശത്തിന് കീഴേ എന്ന് പറയുന്ന ഒരു സിനിമ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു കണ്ടു എന്നുള്ളതാണ്. കാണുകയും ആ സിനിമയെക്കുറിച്ച് വർത്തമാനം പറയുകയും എങ്ങനെയാണ് തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്ന, അവിടെ നിന്ന് വന്ന ഒരു തുണിക്കച്ചവടക്കാരൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു സിനിമ കണ്ടു എന്നുള്ളതാണ്. ഞാൻ കേരളത്തുമായിട്ട് തന്നെ ചേർത്ത് പിടിക്കുന്നത് എന്തെന്നാൽ, കേരളത്തിൽ നിന്നൊരു നാടകം കാണാൻ നെഹ്റു ആഗ്രഹിച്ചിരുന്നു. ആ നാടകത്തിൻ്റെ പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകമാണ്. എങ്ങനെയാണ് രണ്ട് കലകൾ ഒരേ സമയം ഏറ്റവും നല്ല ഒരു പ്രധാനമന്ത്രി കാണണമെന്ന് ആഗ്രഹിക്കുകയും നാട് മാറുന്നതിന് ഈ കലകൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഇത് വായിച്ചു പോകുമ്പോൾ, ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാഴ്ച, കേരളവും അതോടൊപ്പം തന്നെ ബംഗാളും തമ്മിലുള്ള ഒരു സാമ്യതയും അവിടെ ഉണ്ടാകുന്ന കലകളുടെ ഏറ്റവും വലിയ ഇഴയെടുപ്പവും കാണിച്ചു തരുന്നുണ്ട് പ്രിയങ്കരനായിട്ടുള്ള മൃണാൾ ഒരേ കാലഘട്ടത്തിൽ കൊൽക്കത്തയിൽ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട റേ അടക്കമുള്ള സിനിമാക്കാർ ഉള്ളപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 4 ഭാഷയിൽ ഇങ്ങനെ സിനിമ എടുക്കാൻ കാണിച്ച മൃണാൾ സെന്നിൻ്റെ ധൈര്യം എന്തെന്നാൽ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിലൂടെ പറയുന്നുണ്ട്, കാഴ്ച ഒരുക്കങ്ങൾക്ക്, എല്ലാ നാട്ടിലെയും വേദനകൾക്ക്, എല്ലാ നാട്ടിലെയും ചേർത്ത് പിടിക്കലുകൾക്ക് ഒരേ ഭാഷയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും മനോഹരമായി സിനിമ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ബംഗാളിൽ ജനിച്ച് വളർന്ന പ്രിയങ്കരനായിട്ടുള്ള റേക്ക് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള തെലുങ്കിൽ വന്ന് സിനിമ ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുകയും എല്ലാ കാലത്തും ഒരു മാർക്സിസ്റ്റ് ആയിരിക്കുകയും മാർക്സിസ്റ്റ് ചിന്തയോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാനും ഈ മൃണാൾ സെന്നിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലെയും ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, അതിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളിലുള്ള സൂക്ഷ്മതകൾക്ക് നമ്മൾ കയ്യടി കൊടുക്കുന്നത്. അങ്ങനെ കയ്യടി കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ പ്രിയങ്കരനായിട്ടുള്ള മൃണാൾ സെന്നിന് സിനിമ ഇങ്ങനെ ഏറ്റവും വലിയ ഉജ്ജ്വലമായിട്ടുള്ള എൻ്റെ ഇടപെടലിൻ്റെ കാരണമായി ഞാൻ പറയുന്നത്, എൻ്റെ രാഷ്ട്രീയം പറയുന്നത്, എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നത്, എനിക്ക് ഏറ്റവും ഉജ്ജ്വലമായി ഇങ്ങനെ കടന്നു ചെല്ലാൻ കഴിയുന്നത് എൻ്റെ സിനിമയിലൂടെയാണെന്ന് ചിന്തിക്കുകയും സിനിമ മാത്രമാക്കാതെ ഏറ്റവും നല്ല ഗ്രന്ഥകർത്താവായി, ഏറ്റവും നല്ല ചിന്തകനായി, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിമർശകനായി നിൽക്കാനും കഴിയുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പ്രിയമുള്ളവർ, ഇനി എനിക്ക് നൗഫൽ സംസാരിക്കാനുണ്ട്, നന്ദി പറയാനുണ്ട്. വളരെ കുറച്ച് സമയമുള്ളൂ. ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഞാൻ കുറേ ഇങ്ങനെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്കരനായിട്ടുള്ള മൃണാൾ സെൻ, താങ്കൾ കാണിച്ചു തന്ന സിനിമയും താങ്കൾ കാണിച്ചു തന്ന വഴിയും താങ്കൾ കാണിച്ചു തന്ന ഉജ്ജ്വലതയും നമ്മൾ പുതിയ തലമുറ അല്ലെങ്കിൽ ശേഷം ഇങ്ങനെ ബാറ്റൺ പിടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എല്ലാ കാലത്തും ഏറ്റവും വലിയൊരു പുത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മാമരമാണ് മൃണാൾ സെൻ്റെ സിനിമകൾ കാലങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് എഴുതിയ CV രമേശൻ സാർ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള എഫർട്ടിന് എല്ലാവിധ നന്ദിയും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ നൗഫലാണ്. നൗഫൽ ആദ്യം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയും ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. അത് രണ്ടും കൂടി ഒന്നിച്ചങ്ങ് നടത്താമെന്നാണ് വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മൃണാൾ സെന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി മൃണാൾ സെന്നിനെ കാണുമ്പോഴും പിന്നീട് ഓർക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് വലിയ മനുഷ്യരുടെയോ മഹാഖ്യാനങ്ങളുടെയോ ചലച്ചിത്രകാരനായിരുന്നില്ല മൃണാൾ സെൻ എന്നുള്ളതായിരുന്നു. ഭൂമിയിലെ ചെറിയ മനുഷ്യർക്കും വലിയ ജീവിതമുണ്ടെന്നും ചെറിയ മനുഷ്യർക്കും വലിയ സങ്കടങ്ങളുണ്ടെന്നും ചെറിയ മനുഷ്യരുടെ ഏകാന്തത വലിയ ഏകാന്തതയാണെന്നും ചെറിയ മനുഷ്യരുടെ വേദനകൾ വലിയ മുറിവുകളാണെന്നും തിരിച്ചറിയുകയും അതിൻ്റെ ഭാഷയെ രാഷ്ട്രീയമാക്കി വാർക്കുകയും ചെയ്തു എന്നുള്ളതാണ് മൃണാൾ സെന്നിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ടാണ് മൃണാൾ സെന്നിന് ആയിരക്കണക്കിന് മനുഷ്യരുടെ ഘോഷയാത്രയിൽ ഗീതാഞ്ജലി പാടി ടാഗോറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് നടക്കുന്ന കാഴ്ചയിൽ ടാഗോറിനെ, ഗീതാഞ്ജലിയെ, വാഴ്ത്തുപാട്ടുകളെ അദ്ദേഹം മറന്നുപോവുകയും സ്വന്തം കുഞ്ഞിൻ്റെ മൃതശരീരവുമായി നിൽക്കുന്ന അച്ഛനെ മാത്രം ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്ക് അപ്പുറത്ത് കാണാൻ മൃണാൾ സെന്നിന് കഴിയുകയും ചെയ്തത് ചെറിയ മനുഷ്യരുടെ ചലച്ചിത്രകാരനായിരുന്നു മൃണാൾ സെൻ എന്നതുകൊണ്ടായിരുന്നു. ഒരു സിനിമയും, ഒരു കലാകാരൻ്റെ മരണം ആവർത്തനപരതയാണ്. ഒരു സിനിമയും, മൃണാൾ സെന്നിൻ്റെ ഒരു സിനിമയും തൻ്റെ തന്നെ മറ്റൊരു സിനിമയുടെ അനുകരണമായിരുന്നില്ല എന്നതുകൊണ്ടാണ് മൃണാൾ സെൻ കാലത്തെ അതിജീവിക്കുന്ന ചലച്ചിത്രകാരനായത്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മലയാളത്തിൽ മൃണാൾ സെൻ എന്ന് പറയുന്ന ചലച്ചിത്രകാരനെ, എഴുത്തുകാരനെ, ദൈക്ഷണിക ജീവിതത്തെ, മൃണാൾ സെൻ എന്ന മാർക്സിസ്റ്റിനെ ഏറ്റവും സമഗ്രമായും മൗലികമായും അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് ഇത് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ സിനിമയെ ഒരു കലാ പദ്ധതി എന്ന നിലയിലും ഒരു ഭൗതിക വ്യവഹാരം എന്ന നിലയിലും അടയാളപ്പെടുത്താൻ വർഷങ്ങളായി
മലയാളിയുടെ കാഴ്ച വായന പാരമ്പര്യത്തിൻ്റെ ഭാഗമായ പ്രതിഭകളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ പ്രതിഭകൾക്കും, ഈ പ്രകാശനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രതിഭകൾക്കും സദസ്സിനും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.